നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും സംസ്ഥാനത്ത് നിപ. മലപ്പുറം ജില്ലയിൽ ചികിത്സയിലുള്ള 14-കാരന് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി. പാണ്ടിക്കാട് സ്വദേശി 14-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. അട്ടപ്പാടിയിൽ കാണാതായ പോലീസുകാരനെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. വരകയാർ പുഴയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എയർ ക്യാമ്പിലെ പോലീസുകാരനായ മുരുകൻ, സുഹൃത്ത് കൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ ഫയർഫോഴ്സ് രക്ഷിച്ചു. മണ്ണാർക്കാട് കരിമ്പയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം, 17 പേർക്ക് പരിക്ക്. അപകടം ദേശീയപാതയിൽ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങി. പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തെ ഭരണപക്ഷം അനുവദിക്കുന്നില്ലെന്ന് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ. ഷൊർണൂരിൽ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 5.5 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. സീറ്റിനടിയിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ബസ് സ്റ്റാൻഡും സ്ഥലവും തിരികെ വേണമെന്ന ആവശ്യവുമായി സ്വകാര്യ വ്യക്തി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ നഗരസഭയുടെ ആയുർവേദ ആശുപത്രിക്ക് അവഗണന. ആശുപത്രി പ്രവർത്തിക്കുന്നത് സുരക്ഷയില്ലാത്ത കെട്ടിടത്തിൽ. ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നിവേദനം നൽകി. വിശദമായ വാർത്തകൾ നോക്കാം. വീണ്ടും നിപ. മലപ്പുറം ജില്ലയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാണ്ടിക്കാട് സ്വദേശി 14-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവായി സ്ഥിരീകരിച്ചത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥി ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിൽ പരിശോധിച്ചാണ് നിപ ബാധിച്ചതായി സ്ഥിരീകരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ശനിയാഴ്ച വൈകിട്ട് മലപ്പുറത്തെത്തി. നിപ വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ വിലയിരുത്തി. മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ സസ്പെക്ട് ചെയ്ത 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ പോസിറ്റീവാണ്. ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ മീറ്റിങ്ങിന് ശേഷം സൂചിപ്പിച്ചതുപോലെ, ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോൺടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈ റിസ്ക് കോൺടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് കോൺടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈ റിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപ്പിക് സെന്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഉണ്ടാകും. അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും. അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതിരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് കാണാതായ പോലീസുകാരൻ്റെയും സുഹൃത്തിൻ്റെയും മൃതദേഹം കണ്ടെത്തി. അട്ടപ്പാടി എടവാണി ഊരുകാരനായ പോലീസുകാരൻ മുരുകൻ, സുഹൃത്ത് കൃഷ്ണൻ എന്നിവരുടെ മൃതദേഹമാണ് വരകയാർ പുഴയിലെ ചെമ്പവട്ടക്കാട് കടവിൽ നിന്ന് കണ്ടെത്തിയത്. 4 ദിവസമായി ഇരുവരെയും കാണാനില്ലായിരുന്നു. എടവാണി ഊരിൽ നിന്നും ഭൂതയാർ ഊരിലേക്ക് വരകയാർ കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. മുട്ടിക്കുളങ്ങര ക്യാമ്പിലെ പോലീസുകാരനായ മുരുകൻ അഗളി സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 2 കുട്ടികളെ ഫയർഫോഴ്സ് രക്ഷിച്ചു. കഴിഞ്ഞ ദിവസം മൈസൂർ സ്വദേശികൾ പുഴയിൽ കുടുങ്ങിയ അതേ സ്ഥലത്തു തന്നെയാണ് കുട്ടികളും കുടുങ്ങിയത്. ചിറ്റൂർ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
പോത്തനായ്ക്കൻ ചള്ള വണ്ടിത്താവളം സ്വദേശികളായ 13 വയസ്സുള്ള അഭിനവ് കൃഷ്ണ, 15 വയസ്സുള്ള അജി എന്നിവരാണ് ആലാംകടവ് പാലത്തിന് സമീപം ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയത്. കളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ ഫുട്ബോൾ എടുക്കാൻ പോയതിനെ തുടർന്നാണ് പുഴയിൽ കുടുങ്ങിയതെന്ന് കുട്ടികൾ പറഞ്ഞു. നീണ്ട 1.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഫയർഫോഴ്സ് കുട്ടികളെ രക്ഷിച്ചു. കഴിഞ്ഞ ദിവസം ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മൈസൂർ സ്വദേശികൾ കയറി നിന്ന അതേ പാറയിൽ തന്നെയാണ് ഈ കുട്ടികളും കയറി നിന്നത്. ചിറ്റൂർ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തമിഴ്നാട്ടിൽ ആളിയാർ വൃഷ്ടിപ്രദേശത്ത് മഴയുള്ളതിനാൽ കൂടുതൽ ജലം മണക്കടവിൽ എത്തുന്നതായും ഇതേ തുടർന്ന് മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ക്രമാതീതമായി തുറക്കേണ്ടി വരുമെന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് കൂടാൻ സാധ്യതയുണ്ടെന്നും തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. മുതിർന്നവർ അറിയാതെയായിരുന്നു കുട്ടികൾ പുഴയിലേക്ക് ഇറങ്ങിയത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത കരിമ്പയിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 17 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറിനെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പാടം വളവിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ചത്. ഇതോടെ പുറകിൽ വന്ന കാർ ലോറിക്ക് പുറകിലിടിച്ചു. ബസ്സിലും കാറിലും ലോറിയിലും ഉണ്ടായിരുന്ന യാത്രക്കാർക്കടക്കം 17 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇതോടെ ലോറിക്ക് പുറകിലുണ്ടായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ലോറിയിലിടിക്കുകയായിരുന്നു. കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി ഇടിച്ച വാഹനങ്ങളെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ 23ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങി. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തെ ഭരണപക്ഷം അനുവദിക്കുന്നില്ലെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ എ അയ്യപ്പൻ നഗറിലാണ് 2 ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. APK ലു, MSN സുധാകർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം സ്വാഗതഗാനം ആലപിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തെ ഭരണപക്ഷം അനുവദിക്കുന്നില്ലെന്നും കഴിഞ്ഞ 5 വർഷം 2 ജനകീയ പ്രശ്നം മാത്രമാണ് പാർലമെന്റ് ചർച്ച ചെയ്തതെന്നും എ വിജയരാഘവൻ പറഞ്ഞു. BJP പ്രാകൃതവൽക്കരണം നടപ്പിലാക്കുന്നുവെന്നും വിജയരാഘവൻ ആരോപിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ചകളില്ലാതെ സാധാരണയുള്ള പാർലമെന്ററി സംവിധാനത്തിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. പാർലമെന്റ് സംവിധാനം തന്നെ 5 ദിവസം പാർലമെന്റ് നിയമത്തിൽ വെടിവെച്ചാണ്. അതിൽ 3 ദിവസം പൂർണ്ണമായി നിയമനിർമ്മാണത്തിന് നീക്കിയുള്ളൂ. 2 ദിവസം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നീക്കിയുള്ളൂ. അങ്ങനെയാണ് എത്രയോ കൊല്ലമായിട്ട് പാർലമെന്റിന്റെ പ്രവർത്തന രീതി. ഈ 3 ദിവസം നിയമനിർമ്മാണത്തിൽ കുറവുണ്ടെങ്കിൽ കൂടുതൽ സമയം വരുന്നത് നമ്മൾ അങ്ങനെയാണ്. ബാക്കി വ്യത്യസ്തങ്ങളായ ഉപക്ഷേപങ്ങളിലൂടെ വിലക്കയറ്റം അപ്പൊ ചർച്ച ചെയ്യും. ഒരു ആക്സിഡന്റ് അത് ചർച്ച ചെയ്യും. തീവണ്ടി വാളം തെറ്റിപ്പോയിരിക്കുന്നു, എന്ത് സംഭവിക്കും ചർച്ച ചെയ്യും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യാൻ പാർലമെന്റ് അനുവദിക്കപ്പെട്ടില്ല. ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ അവസരം നൽകിയില്ല, അനുവദിച്ചില്ല. പ്രതിപക്ഷത്തിന്റെ ഒരവകാശം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചില്ല.
ജില്ലാ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ ജയപ്രകാശ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ടി എൻ കണ്ടമുത്തൻ, ആർ ചിന്നക്കുട്ടൻ, പി മമ്മിക്കുട്ടി MLA, ടി സി കുഞ്ഞുമോൾ, എം ഉണ്ണീൻ, വി കെ ജയപ്രകാശ്, എം ടി ജയപ്രകാശ്, വി കെ ചന്ദ്രൻ, സി വിജയൻ, വി ചെന്താമരാക്ഷൻ എന്നിവർ അംഗങ്ങളായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഏരിയ തിരിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു. സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഇ ജയൻ, കെ ദിനേശൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ, കെ പ്രേംകുമാർ MLA, വി ചെന്താമരാക്ഷൻ, വി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 15 ഏരിയകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 351 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. ട്രെയിനിൽ കടത്തിയ 5.5 കിലോ കഞ്ചാവ് ഷൊർണൂരിൽ റെയിൽവേ പോലീസ് പിടികൂടി. മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഷൊർണൂരിലെത്തിയ മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ പിന്നിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റിനടിയിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് 5.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ DYSP M സന്തോഷ് കുമാർ, ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ PV രമേശ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. SI ബാബു, SCPOമാരായ ഗോകുൽ, സുരേഷ്, സുമേഷ്, സുഭാഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധ സമരത്തിൽ ഉന്തും തള്ളും. കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്തിനെ പോലീസ് കോളറിൽ പിടിച്ച് വലിച്ചതാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളിനും ഇടയാക്കിയത്. റോഡ് ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണം തുടങ്ങിയിട്ട് 1 വർഷത്തിനു മേലെ ആയെന്നും പണി പൂർത്തിയാക്കാത്തത് കാരണം യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു സമരം. നൂറുകണക്കിന് വിദ്യാർത്ഥികളും പ്രായമായവരുമാണ് പ്രതിദിനം ഇതുവഴി യാത്ര ചെയ്യുന്നത്. അട്ടപ്പാടിയിൽ നിന്നുള്ള രോഗികളെ കയറ്റി ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. മണ്ണാർക്കാട് മുതൽ ആനമൂളി വരെയാണ് നിർമ്മാണം നടക്കുന്നത്. റോഡ് പൂർണ്ണമായും കുഴികളാണ്. അടിയന്തരമായി റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നും ഇല്ലെങ്കിൽ ദിവസം മുഴുവൻ റോഡ് ഉപരോധിക്കുമെന്നും ഉപരോധം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു. മാസങ്ങളായി ഈ ആനകട്ടി റോഡിൻ്റെ പണി ആരംഭിച്ചിട്ട് മാസങ്ങളായിട്ട് എത്രയോ ആളുകൾ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ. ആദ്യഘട്ടം പണി ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറഞ്ഞു ഈ പണിയിൽ വലിയ അപാകതയുണ്ട്, ഇത് കൃത്യമായി നടപ്പിലാകുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് കരാറുകാരായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പണി ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ പണി പൂർത്തിയാക്കാതെ മാസത്തിലൊരിക്കൽ 2-3 ആളുകളെ പണിക്ക് വിട്ട് ഇവിടെ പണി എടുക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും ബോധിപ്പിക്കുക എന്നല്ലാതെ ഒരു പണി പോലും എടുക്കാതെ ഇതിൻ്റെ കരാറുകാർ ഇത്തരത്തിൽ ഈ റോഡ് മോശമാക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ അവരുടെ ഓഫീസ് ഞങ്ങൾക്കറിയാം, കരാറെടുത്ത ആളുകളുടെ ഓഫീസ് അറിയാം, അതിൻ്റെ മാനേജ്മെൻറ്റിന് അറിയാം. ഞങ്ങൾ അവിടെ ചെല്ലും, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ പണിയെടുക്കണമെന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ സമരം ഒരു സൂചനയാണ്. ഈ സൂചന കൊണ്ട് അവർ പഠിച്ച്
ഇതിന് പരിഹാരമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഒരുമിച്ചിറങ്ങി ഒരു ദിവസം മുഴുവൻ ഈ റോഡ് തടയാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് അവരോട് പറയുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് അസീസ് ഖാര അധ്യക്ഷത വഹിച്ചു. റോഡ് ഉപരോധത്തിനിടെ കുമരമുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്തിനെ പോലീസ് കോളറിൽ പിടിച്ചു വലിച്ചെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റോഡ് ഉപരോധിച്ചവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 10 പേർക്കെതിരെ കേസെടുത്തു. കോൺഗ്രസ് നേതാക്കളായ കുരുക്കൽ സെയ്ദ്, പൊതിയിൽ വാപ്പുട്ടി, കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ടിജോ ജോസ്, ആഷിഖ് വറോഡൻ, രമേശ് ഗുപ്ത, എം അജേഷ്, ഗംഗാ ചേറുംകുളം, കാർത്തിക് തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ബസ് സ്റ്റാൻഡും സ്ഥലവും തിരികെ വേണമെന്ന ആവശ്യവുമായി സ്വകാര്യ വ്യക്തി നഗരസഭാ സെക്രട്ടറിക്കാണ് തറയിൽ മുഹമ്മദ് മുസ്തഫ കത്ത് നൽകിയത്. വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. തറയിൽ മുസ്തഫയുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തറയിൽ മുഹമ്മദ് മുസ്തഫ എന്ന വ്യക്തി സ്വന്തം സ്ഥലത്ത് നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു നൽകിയത്. മാനത്തുമംഗലം പൊന്യാകുറിശി ബൈപ്പാസ് റോഡിൽ നിർമ്മിച്ച ഈ ബസ് സ്റ്റാൻഡ് ഇടതുപക്ഷ ഭരണസമിതി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പഴയ നഗരസഭാ കാര്യാലയത്തിന് പിറകുവശത്തായി സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകിയ സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണ പദ്ധതിയുമായി നഗരസഭ മുന്നോട്ടു പോവുകയും ചെയ്തു. എന്നാൽ കോടതി നടപടികളെ തുടർന്ന് തറയിൽ ബസ് സ്റ്റാൻഡ് നഗരസഭയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. 2005 നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് കൈമാറിയത്. അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചെർക്കളം അബ്ദുള്ളയാണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. തുടക്കത്തിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നില്ല എന്ന കാരണം കാണിച്ചാണ് ഈ സ്ഥലം വിട്ടുനൽകാൻ തറയിൽ മുസ്തഫ കത്ത് നൽകിയിട്ടുള്ളത്. ഈ വിഷയം ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. തറയിൽ മുസ്തഫയുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഇടയ്ക്ക് നഗരസഭ സജീവമാക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായില്ല. ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറാതെയായി. പുതുതായി നിർമ്മിച്ച മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയുടെ ബസ് സ്റ്റാൻഡായി പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പാലത്ത് വാഹനങ്ങളുടെ വർക്ക്ഷോപ്പിലും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിലും മോഷണം. പാലപ്പുറം ചിനക്കത്തൂർക്കാവിന് സമീപമുള്ള വർക്ക്ഷോപ്പിലും തോട്ടക്കരയിലെ വെൽഫെയർ ട്രസ്റ്റിന്റെ ഓഫീസിലുമാണ് മോഷണം നടന്നിട്ടുള്ളത്. വർക്ക്ഷോപ്പിൽ നിന്ന് 7 ഇരുചക്രവാഹനങ്ങളിലെ പെട്രോളാണ് നഷ്ടമായിട്ടുള്ളത്. ഒപ്പം ഒരു ഇരുചക്രവാഹനത്തിൻ്റെ മുൻവശത്തെ വൈസറും നഷ്ടമായിട്ടുണ്ട്. ട്രസ്റ്റ് ഓഫീസിൽ നിന്ന് 2 ബാഗുകളും ചില്ലറ തുട്ടുകളും മാത്രമാണ് നഷ്ടമായിട്ടുള്ളത്. വർക്ക്ഷോപ്പിൻ്റെ മുൻവശത്ത് തകരാറുകൾ പരിഹരിക്കാനായി നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനങ്ങളിലെ ഇന്ധനമാണ് ഊറ്റിയെടുത്തിട്ടുള്ളത്. ഇത് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖംമൂടിയൊന്നും ധരിക്കാതെയുള്ള ഒരു യുവാവിൻ്റെ ദൃശ്യമാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. തകരാർ പരിഹരിക്കാനായി കൊണ്ടുവന്ന വാഹനം തിരിച്ചു കൊണ്ടുപോകാനായി വന്നപ്പോഴാണ് ബൈക്കിൻ്റെ മുൻവശത്തുള്ള വൈസർ ഘടിപ്പിക്കാത്തതായി കണ്ടത്. വൈസർ ഇല്ലാതെയാണ് വാഹനം എത്തിയതെന്നാണ് വർക്ക്ഷോപ്പ് നടത്തിപ്പുകാർ ആദ്യം കരുതിയിരുന്നത്. ഇത് സംബന്ധിച്ച് ഒടുവിൽ തർക്കമാവുകയും തുടർന്ന് CCTV ക്യാമറ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് പെട്രോൾ ഉൾപ്പെടെ മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞത്. വർക്ക്ഷോപ്പിൻ്റെ ഉടമ S. ഹരീഷ് പോലീസിന് പരാതി നൽകി. തോട്ടക്കര വെൽഫെയർ ട്രസ്റ്റിൻ്റെ ഓഫീസ് വാതിലിൻ്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയിട്ടുള്ളത്. പൂട്ട് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാവിലെ ട്രസ്റ്റിൻ്റെ ലാബിലേക്ക് വന്ന ജീവനക്കാരാണ് പൂട്ട് പൊളിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഓഫീസിലെ അലമാരകളും മേശവലിപ്പുകളും കുത്തി തുറന്ന സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ട്.
ലാപ്ടോപ്പ് വെക്കാനുള്ള ബാഗുകളും പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് തുട്ടുകളും മാത്രമേ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസ് പരിശോധന നടത്തി. ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. കയ്യിലിരിക്കുന്ന കാശ് ഫൈനായി കൊടുക്കാതിരിക്കാൻ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന് മന്ത്രി എം പി രാജേഷ്. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ കെ നാരായണൻ സ്മാരക ഹാൾ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വഴിയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവും. എല്ലാവരും സഹായം ഉണ്ടാവും. കയ്യിൽ നിന്ന് ഫൈനായിട്ട് കാശ് പോകാതിരിക്കണമെങ്കിൽ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് പോലുള്ളവയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക, ഇത് ശീലിക്കണം. അതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. ബാക്കി ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം ഗവൺമെന്റിന്റെയും സജീവമായ പരിഗണനയിലും ശ്രദ്ധയിലുള്ളതാണ്. അത് ഗ്രാമീണ റോഡുകളുടെ കാര്യമാണ്. ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ പുനരുദ്ധരിക്കാൻ ഈ വർഷം 1000 കോടി രൂപയുടെ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അത് നടപ്പാക്കി തുടങ്ങും. കെ പ്രേംകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. +2 SSLC ഉന്നത വിജയികളെയും USS LSS NNMS വിജയികളെയും 100% വിജയം കൈവരിച്ച കടമ്പഴിപ്പുറം പഞ്ചായത്തിലുള്ള MNKM ഗവൺമെൻറ് HSS, പുലാത്തറ, കടമ്പഴിപ്പുറം HS എന്നീ സ്കൂളുകളെയും അനുമോദിച്ചു. ഐശ്വര്യ, അമൃത എന്നീ വിദ്യാർത്ഥികൾ വരച്ച രേഖാചിത്രങ്ങൾ മന്ത്രി എം പി രാജേഷ് ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ ഒ ശ്രീകുമാരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, സി ബാലകൃഷ്ണൻ, എൻ ഷാംബുജം, സി നാരായണൻകുട്ടി, ഒ ശ്രീകുമാരി, എസ് അജിത് കുമാർ, സിൽവി ജോൺ, കെ രാമചന്ദ്രൻ, പി ബാലകൃഷ്ണൻ, പി സന്തോഷ് കുമാർ, AE അജിത് കുമാർ, സെക്രട്ടറി എം ഹരികൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കൃഷ്ണൻകുട്ടി, സന്തോഷ് കൊലിയാനി, രവി കമ്പപ്പറമ്പിൽ, CP മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. 50 ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത്. ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ സ്മാരകം തുള്ളൽ കലകളോട് അവഗണന കാണിക്കുന്നതായി ആരോപിച്ച് അഖില കേരള തുള്ളൽ കലാകാരന്മാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം. തുള്ളൽ വേഷങ്ങളും പാട്ടുകളും ചൊൽക്കാഴ്ചകളുമായാണ് കലാകാരന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുള്ളൽ കലകളോടുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് തുള്ളൽ കലാകാരന്മാർ ലക്കിടി കുഞ്ചൻ സ്മാരകത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ കലാപഠനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം പുനരാരംഭിക്കുക, സാംസ്കാരിക സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, കലാകാരന്മാരുടെ തൊഴിൽ സംരക്ഷിക്കുക, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ കലക്കത്ത് ഭവനത്തിൽ തുള്ളൽ പഠനം നിലച്ചുപോകുന്ന ഗുരുതര സാഹചര്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നിന്ന് തുള്ളൽ വേഷങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. ചൊൽക്കാഴ്ചയോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. കലാമണ്ഡലം ഗോപിനാഥപ്രഭ ചൊൽക്കാഴ്ച ഉദ്ഘാടനം ചെയ്തു. തുള്ളൽ കലാകാരന്മാരുടെ സംഘടനയുടെ ഭാഗമായി ഓരോ തുള്ളൽക്കാരും അനുഭവിക്കുന്നതായ നീറിപ്പുകയുന്ന, അതായത് വളരെയധികം കഷ്ടപ്പെടുന്ന കലാകാരന്മാരും നമ്മുടെ ഇടയിലുണ്ട്. കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട് എന്നല്ല, എങ്കിലും തുള്ളൽ കൊണ്ട് മാത്രം ജീവിക്കുന്നവർ അനവധിയുണ്ട്. അതുകൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു തുള്ളൽക്കാരൻ പണ്ടേ ഒരു നമ്പ്യാരെ പറഞ്ഞിട്ടുള്ളതല്ലെങ്കിലും ഓട്ടം തുള്ളല് തുള്ളി വരുമ്പോൾ വീട്ടിൽ കഞ്ഞി കുടിപ്പാനില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും വളരെയധികം കഷ്ടത്തിലാണ് പല തുള്ളൽക്കാരും. അപ്പൊ അവർക്കെല്ലാം വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി സംഘടന വാശിയോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തുള്ളൽ കലാകാരന്മാരെ പ്രതിനിധാനം ചെയ്യുന്ന അഖില കൈരളി തുള്ളൽ കലാകാര സംഘടനയാണ് ഒറ്റക്കെട്ടായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം കുഞ്ചൻ സ്മാരകത്തിനു മുമ്പിൽ സമാപിച്ചു. കലാമണ്ഡലം മുൻ ഭരണസമിതി അംഗവും തുള്ളൽ കലാകാരനുമായ കലാമണ്ഡലം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ വേദന
എന്നൊരു വാക്ക് സൂചിപ്പിച്ച് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായും അത് വലിയൊരു വേദനയാണ്. തുള്ളൽ കലയെ ഏറ്റവും അധികം ഒരു താഴ്ന്ന രൂപത്തിൽ തുള്ളൽ കലാകാരന്മാർക്ക് ജീവിക്കാനുള്ളൊരു അവസ്ഥയില്ലാത്ത അവസ്ഥ. കാരണം ഇവിടെ കൂടി തുള്ളൽ പഠനം, കുഞ്ചൻ ജനിച്ച മണ്ണിൽ, കുഞ്ചൻ പിറന്ന ഇതേ സ്ഥലത്ത് ഈ കുഞ്ചന്റെ പേരിലേറെ കലക്കത്ത് ഭവനത്തിൽ തന്നെ തുള്ളൽ നിലച്ചു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ തുള്ളൽ നിലക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ആരൂഢമായി നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഇല്ല എന്ന വിവരമാണ് നമ്മൾ അറിയുന്നത്. 15 വർഷത്തിലധികമായി നിലനിൽക്കുന്ന കലാപഠന സംവിധാനം വഴിമുട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും കലാകാരന്മാരുടെയും ദുരവസ്ഥ നിസ്സാരവൽക്കരിച്ചു കാണുന്ന സർക്കാർ സംവിധാനത്തിനും ഭരണസമിതിക്കും എതിരെയായിരുന്നു പ്രതിഷേധം. സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ വിശ്വം അധ്യക്ഷത വഹിച്ചു. കുഞ്ചൻ സ്മാരകം മുൻ ഭരണസമിതി അംഗം KPS പയ്യനടം, അമ്പലപ്പുഴ സുരേഷ് വർമ്മ, കലാമണ്ഡലം മഹേന്ദ്രൻ, പ്രദീപ് ലക്കിടി, വയലാർ സന്തോഷ്, തുള്ളൽ കലയിലെ മറ്റ് പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിലെ ആയുർവേദ ആശുപത്രി രോഗശയ്യയിൽ. സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലാണ് ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കാനായിട്ടില്ല. ആശുപത്രിയുടെ ശോച്യാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണോ നഗരസഭ അധികൃതർ? പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ സുരക്ഷയില്ലാത്ത കെട്ടിടത്തിലാണ് നഗരസഭയുടെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. മുകളിലത്തെ നിലയിലാണ് OP വിഭാഗം, താഴത്തെ നിലയിൽ കിടത്തി ചികിത്സയും. എന്നാൽ ഇവിടെ OP വിഭാഗം പ്രവർത്തിക്കുന്നതിനും കിടത്തി ചികിത്സയ്ക്കും മതിയായ സൗകര്യമില്ല. ആയുർവേദ ചികിത്സ തേടിയെത്തുന്ന വയോധികർ ഉൾപ്പെടെയുള്ളവർ OPയിൽ ഡോക്ടറെ കാണാൻ ഇരുമ്പുകോണി കയറേണ്ട സ്ഥിതിയാണ്. മുകളിലത്തെ നിലയിൽ OP പ്രവർത്തിക്കാൻ പാടില്ലെന്ന് ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ തന്നെ നിർദ്ദേശിച്ചതാണ്. അസൗകര്യങ്ങൾക്ക് നടുവിൽ രോഗികൾ മാത്രമല്ല ജീവനക്കാരും ദുരിതം അനുഭവിക്കണം. ഈ കെട്ടിടത്തിനോട് ചേർന്നുള്ള മറ്റൊരു കെട്ടിടം ഏതു സമയത്തും ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. ഉഴിച്ചിലടക്കമുള്ള ചികിത്സയും മരുന്നുകൾ തയ്യാറാക്കുന്നതും ഈ കെട്ടിടത്തിനകത്താണ്. വർഷങ്ങളായി മാധ്യമങ്ങൾ പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും നഗരസഭാ അധികൃതർക്ക് ഒരനക്കവുമില്ല. ഇപ്പോൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടം കണ്ടെത്തുന്നതിലുള്ള തടസ്സവാദവും നിലനിൽക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഏറെ കൊട്ടിഘോഷിച്ച് ചോലംകുന്നിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. പൂർത്തിയാക്കാനാകാത്ത ഈ കെട്ടിടം ഇപ്പോൾ കാടുമൂടി കിടക്കുകയാണ്. 2 കോടി രൂപയാണ് നഗരസഭ ഈ കെട്ടിടം നിർമ്മിക്കാൻ വകയിരുത്തിയത്. 75 ലക്ഷം രൂപ കരാറുകാരന് നൽകി. തുക കൂട്ടി നൽകാൻ കരാറുകാരൻ ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയുള്ള നഗരസഭ കരാർ തുക കൂട്ടി നൽകാൻ തയ്യാറായിട്ടുമില്ല. ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ഈ സർക്കാർ ആശുപത്രിയെ മാത്രം ആശ്രയിക്കുന്ന സാധാരണക്കാർ നിരവധിയാണ്. ഇതെല്ലാം ബോധ്യമില്ലാത്തതുകൊണ്ടാണോ നഗരസഭ ഈ ആയുർവേദ ആശുപത്രിയുടെ കാര്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത്? പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നിവേദനം നൽകി. പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ DCC ജനറൽ സെക്രട്ടറി CK ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് നിവേദനം നൽകിയത്. കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരായ പച്ചേരി ഫാറൂഖ്, പത്തത്ത് ജാഫർ എന്നിവരും പ്രശ്നം ഉന്നയിച്ചു. സുരക്ഷയില്ലാത്തതും തീരെ സൗകര്യമില്ലാത്തതുമായ കെട്ടിടത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നതിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ A നസീറയ്ക്ക് നിവേദനം നൽകി. മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. DCC സെക്രട്ടറി CK ഹാരിസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി TS രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് AJ സണ്ണി, ട്രഷറർ സോമൻ പറക്കാട്ട്, സെക്രട്ടറി സുരേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ആശുപത്രി ഒളിഞ്ഞു വീഴാറായിട്ടുണ്ടെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് നഗരസഭയുടെ നേതൃത്വത്തിലാണ്. അത്തരത്തിലുള്ള ആ ബോർഡ് അവിടെ തൂക്കിയിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു. നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനും അതിന്റെ പണി പകുതി കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാർ. നമുക്കറിയാം, കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ വലിയ തിരക്ക് ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പ്രാഥമികമായി ചെയ്യേണ്ട സൗകര്യങ്ങൾ പോലും ചെയ്യാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് നഗരസഭാ അധികൃതർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചെയർമാന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആവശ്യപ്പെടുന്നതിനും വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ശനിയാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങളായ പച്ചേരി ഫാറൂഖ്, പത്തത്ത് ജാഫർ എന്നിവരും ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക്. വിമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നിർദ്ദേശിച്ച ബൈപ്പാസ് നിർമ്മാണം വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് പ്രവർത്തകർ ചോദിച്ചു.
കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് ദിവസവും ഗതാഗതക്കുരുക്കും യാത്രക്കാർ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യവുമാണുള്ളത്. ഈ പ്രശ്നമുയർത്തി സ്ത്രീകളും സമരരംഗത്തെത്തി. വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മിക്കുക മാത്രമാണ് പരിഹാരമെന്നാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ആവശ്യം. മൂവ്മെന്റിന്റെ 5ാം സ്ഥാപക ദിന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഷേധ തെരുവ് വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസീന വഹാബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ സമയത്തിന് കോളേജുകളിലും സ്കൂളുകളിലും എത്താൻ കഴിയാത്തതിന്റെ പേരിൽ ദുരിതം പേറുന്ന കഥകളും നമുക്ക് മുന്നിലുണ്ട്. ഓഫീസുകളിലും തൊഴിലിടങ്ങളിലും സമയത്തിന് ചെന്നെത്താൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങൾ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. ഓട്ടോ തൊഴിലാളികൾ, എന്തിനേറെ വ്യവസായികളും വ്യാപാരികളും തങ്ങളുടെ കച്ചവടങ്ങൾ ലാഭകരമാക്കി തീർക്കാൻ കഴിയാത്തതിന്റെ പേരിൽ തങ്ങളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖേദങ്ങളും സങ്കടങ്ങളും നമ്മളോട് പങ്കുവെക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഈ ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ടുള്ള മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മിക്കുന്നതിൽ എന്താണ് തടസ്സമെന്നാണ് ഗവൺമെന്റിനോട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന് ചോദിക്കുവാനുള്ളത്. അങ്ങാടിപ്പുറത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണാൻ LDF സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വിമൻ ജസ്റ്റിസ് തെരുവിൽ ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. മണ്ഡലം കൺവീനർ സാബിറ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. നസീറ കടന്നമണ്ണ, നസീമ ചുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹബീബ സാദിഖ്, അസ്രാബി വടക്കാങ്ങര, മുനീറ കുറുവ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 വർഷം മുമ്പ് സർക്കാർ അനുവദിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യവുമായി PTA രംഗത്ത്. വിഷയത്തിൽ കോടതിയെ സമീപിച്ചതായും സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 5 വർഷം മുമ്പ് ഈസ്റ്റ് ഒറ്റപ്പാലം സ്കൂളിലെ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കായി സർക്കാർ അനുവദിച്ച 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് PTA രംഗത്ത് വന്നത്. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PTA സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയും സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തതായി PTA പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. യാതൊരു തടസ്സങ്ങളും ഇല്ലെന്നിരിക്കെ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ലംഘനമാണെന്നും ജലീൽ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ സർക്കാർ നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ എത്രയും വേഗത്തിൽ പുതിയ കെട്ടിടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനും അതോടൊപ്പം തന്നെ യാതൊരു തടസ്സങ്ങളുമില്ലെന്ന് ബോധ്യപ്പെട്ടിരിക്കെ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും ലംഘനമാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള PTA ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ വിശദീകരണം സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സ്ഥലപരിമിതിയും കൊണ്ട് ഏറെ പ്രയാസപ്പെടുകയാണ് ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നും ജലീൽ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സ്ഥലപരിമിതിയും കൊണ്ട് ഏറെ പ്രയാസപ്പെടുകയാണ് ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ. ഈ വിദ്യാലയത്തിന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ തീരുമാനിച്ചെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 3,89,99,861 രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ ഏജൻസിയായ കിലയെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം എത്രയും വേഗത്തിൽ ആരംഭിക്കണമെന്ന് PTA നൽകിയ ഹർജി പരിഗണിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകിയതായും ജലീൽ പറഞ്ഞു. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EP പ്രസാദ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുഹറ, MPTA പ്രസിഡന്റ് PV സാജിദ, PTA അംഗം KP റഹീന തുടങ്ങിയവരും പങ്കെടുത്തു. ആവേശത്തിൽ SFIയുടെ സ്ഥിരം മുദ്രാവാക്യമായ ഇൻക്വിലാബുമായി MSF പ്രവർത്തകർ. സ്വതന്ത്ര സംഘടനാ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ കൊടിമരം നാട്ടുന്നതിനിടെയാണ് ഇൻക്വിലാബ് വിളിച്ച് MSF പ്രവർത്തകർ ആവേശഭരിതരായത്.
ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, എംഎസ്എഫ് എംഎസ്എഫ്, എംഎസ്എഫ് എംഎസ്എഫ്, എംഎസ്എഫ് സിന്ദാബാദ്, എംഎസ്എഫ് സിന്ദാബാദ്. പാറുപതാകെ പറക്ക് പതാകെ, പാറുപതാകെ പറക്ക് പതാകെ, വാനം നീളെ പാറുപതാകെ. CPM-ന് പ്രാതിനിധ്യമുള്ള യൂണിവേഴ്സൽ കോളേജിൽ കൊടി ഉയർത്തിയതോടെ ഇൻകുലാബ് വിളിയും ഉയർന്നു. കൂടി നിന്നവർ ഏറ്റുചൊല്ലിയതോടെ കേട്ടുനിന്ന പലരും കൊടിയിലേക്ക് നോക്കി. കൊടി MSFൻ്റേത് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തി. വിപ്ലവം നീണാൽ വാഴട്ടെ എന്നർത്ഥമുള്ള ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം 1921 സ്വാതന്ത്ര്യസമര സേനാനിയും കവിയും മാധ്യമപ്രവർത്തകനുമായിരുന്ന മൗലാന ഹസ്രത്ത് മൊഹാനിയാണ് ആദ്യമായി വിളിച്ചത്. പിന്നീട് ഭഗത് സിംഗും ഈ മുദ്രാവാക്യം ഉയർത്തി. SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളാണ് സാധാരണ ഇൻകുലാബ് വിളിക്കാറുള്ളത്. എന്നാൽ ഈ മുദ്രാവാക്യം ഇടത് സംഘടനകളുടെ കുത്തകയല്ലെന്നും MSF വേദികളിൽ ഇൻകുലാബ് വിളിക്കാറുണ്ടെന്നും MSF മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സഫ്വാൻ ആനമൂളി അറിയിച്ചു. കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ ശിവരാമൻ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഓർമ്മ പുരസ്കാര സമർപ്പണവും കാറൽമണ്ണയിൽ നടന്നു. എഴുത്തുകാരി ഡോക്ടർ P. ഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഥകളിയിലെ നിത്യഹരിത നായികയായിരുന്ന കോട്ടയ്ക്കൽ ശിവരാമന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റും കോട്ടയ്ക്കൽ ശിവരാമന്റെ കുടുംബവും ചേർന്നാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കോട്ടയ്ക്കൽ ശിവരാമന്റെ പേരിൽ സമുചിതമായ ഒരു സ്മാരകം ഉയരേണ്ടതുണ്ടെന്ന് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി ഡോക്ടർ P. ഗീത പറഞ്ഞു. ആധുനിക നവോത്ഥാനത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടപ്പ് കാലത്ത് അച്ചീമെഴുക്കും വാങ്ങിയ ശിവരാമൻ എങ്ങനെയാണ് 5 തലമുറകളിലെ നായകന്മാരുടെ നായികയായിട്ട് 2000 വരെ ഏതാണ്ട് 2008 വരെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ദീർഘമായുള്ള ചരിത്ര പഠനത്തിൻ്റെ കൂടി വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനു മുമ്പ് ഒരു ഉടലോ അല്ലെങ്കിൽ അത് മൂടിയിട്ടുള്ള ഒരു ചുവന്ന തുണിയോ ഒക്കെ ആയിരുന്ന ഒരു സ്ത്രീ വേഷത്തെ ചിട്ടയൊപ്പിച്ച് അഭ്യസിച്ചിട്ടുള്ള ആദ്യാവസാന വേഷക്കാരന് തുല്യമായിട്ടുള്ള പ്രതിഫലം പറ്റുന്ന പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു യത്നം എന്നുള്ളത് കഥകളിയുടെ മേഖലയിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നാണ്. കോട്ടയ്ക്കൽ ശിവരാമന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഓർമ്മ പുരസ്കാരം കഥകളി നടൻ RLV രാധാകൃഷ്ണന് ട്രസ്റ്റ് പ്രസിഡന്റ് TK അച്യുതൻ സമ്മാനിച്ചു. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷനായി. കോട്ടയ്ക്കൽ ശിവരാമന്റെ പത്നി ഭവാനി അമ്മ, കലാനിരൂപകൻ ശ്രീവത്സൻ തിയ്യാടി, കഥകളി കലാകാരൻ വെള്ളിനേഴി ഹരിദാസ്, നഗരസഭാ കൗൺസിലർ KM ഇസാഖ്, ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് KB രാജാനന്ദ്, PS ശ്രീധരൻ, N പീതാംബരൻ, C മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരിയിൽ പഞ്ചരാത്രം കഥകളി മഹോത്സവത്തിന് തുടക്കമായി. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സിന്റെ തൃശൂർ റീജിയണൽ സെന്ററും വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റും സംയുക്തമായാണ് പഞ്ചരാത്രം കഥകളി മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിലാണ് പരിപാടി നടക്കുന്നത്. കേരള കലാമണ്ഡലത്തിലെ വടക്കൻ തെക്കൻ വിഭാഗങ്ങളിലെ വിവിധ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ 10 കഥകളാണ് 5 ദിവസങ്ങളിലായി അവതരിപ്പിക്കുന്നത്. ശനിയാഴ്ച നടന്ന ഉദ്ഘാടന സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ മാനസി രഘുനന്ദൻ മുഖ്യാതിഥിയായി. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. KSSPU ചെർപ്പളശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
TP ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CN നാരായണഗുപ്തൻ നവാഗതരെ സ്വീകരിച്ചു. വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയവരെ ബ്ലോക്ക് സെക്രട്ടറി K രാജഗോപാലൻ അനുമോദിച്ചു. ഡോക്ടർ ഐശ്വര്യ വിജയൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യൂണിറ്റ് സെക്രട്ടറി K സോമസുന്ദരൻ, വൈസ് പ്രസിഡന്റ് O രാധാബായ്, M കൃഷ്ണൻകുട്ടി, M ജയരാജൻ എന്നിവർ സംസാരിച്ചു. കൺവെൻഷനോടനുബന്ധിച്ച് അറ്റ്ലസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ കണ്ണുപരിശോധനയും മെഡിസെപ്പ് കാർഡ് വിതരണവും നടത്തി. യൂണിറ്റിന്റെ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോഴൊക്കെ പറയാം, ആ ചെർപ്പശ്ശേരി യൂണിറ്റിനെ നോക്കൂ, ആ ഗ്രൂപ്പിലൊക്കെ അവർ എത്രയധികം വനിതകളെ നമ്മുടെ സ്കോഡിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ പെൻഷൻകാർക്ക് വേണ്ടി ചെയ്യുന്നു. ഓരോ കാര്യത്തിനും അവരുടെ വീട്ടിൽ ഇടപെട്ടുകൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. കേരള തയ്യൽ തൊഴിലാളി ഫെഡറേഷൻ AITC പാലക്കാട് ജില്ലാ കൺവെൻഷൻ കരിമ്പുഴ കുലുക്കിലിയാണ് നടന്നു. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസീസ് ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിവിധ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം ഒഴിവാക്കുക, ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നീ കാര്യങ്ങൾ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുടുംബശ്രീ ചെയ്യുന്നത് കൊണ്ട് അതേ മെത്തേഡ് തന്നെ, പക്ഷേ നിങ്ങളുടേത് സ്വയം തൊഴിലാണ്. സ്വയം തൊഴിലിൽ വേറൊരു വിങ്ങായിട്ട് നിങ്ങളത് ചെയ്യണം. AITCക്കാർ അത് ആരംഭിക്കണം, നിങ്ങളാണ് ചെയ്യേണ്ടത്. അങ്ങനെ പറയാൻ കാര്യം, ഏതെങ്കിലും യൂണിയൻ നേതാക്കൾ ഈ യോഗം നടക്കുന്ന സ്ഥലത്ത് യൂണിയൻ നേതാക്കൾക്ക് ചെല്ലാം. ചില സംഘടനകൾ ഈ പൈസ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്നതൊക്കെ യൂണിയൻകാരാണ്. എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാ പറഞ്ഞതെന്നറിയാമോ? യൂണിയൻകാരാണ് മാഡം പൈസ വാങ്ങിക്കൊണ്ടുപോകുന്നത്, യൂണിയൻകാരാണ് കൊണ്ടുപോയി ബാങ്കിൽ ഇടുന്നത്. എന്നിട്ട് ഇവർക്കൊരു ലോൺ പാസ്സാകണമെങ്കിൽ ഇവർ ബാങ്കിൽ പോയാൽ ലോൺ കിട്ടില്ല. എന്താ ചെയ്യണമെന്നറിയാമോ? ബാങ്കിൽ പോയാൽ ഈ യൂണിയന്റെ ഒപ്പ് വേണം, നമ്മുടെ പൈസയാണ്. EP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ശിവദാസ്, KC ജയപാലൻ, ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ, ലളിത പുന്നാനി, മുഹമ്മദ് പൊമ്പ്ര, V സരോജിനി, K ചന്ദ്രശേഖരൻ, A രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറിയായി EP രാധാകൃഷ്ണനെയും പ്രസിഡന്റായി മുഹമ്മദ് പൊമ്പ്രയെയും തെരഞ്ഞെടുത്തു. ചെർപ്പശ്ശേരി അർബൻ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ചെർപ്പശ്ശേരി അർബൻ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിലെ SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ശനിയാഴ്ച നടന്ന ചടങ്ങിൽ അനുമോദിച്ചത്. സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടികൾ ഞങ്ങൾക്ക് സത്യമാണ് നമ്മുടെ അവസരമാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളെ ആദരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഫസ്റ്റ് ക്ലാസ്സാണ് ഏറ്റവും വലിയ മാർക്ക്. ഇപ്പോഴാണ് A+ ഒക്കെ ഇല്ലേ? നിങ്ങളുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ വരുന്ന മാറ്റം വരുത്താൻ ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. വിവാദരഹിതമായ പാഠപുസ്തകം ഉണ്ടാക്കി നിങ്ങൾ ആ പുസ്തകമൊക്കെ പഠിച്ചു വന്നവരാണ്. DPP കാലം തൊട്ട് നമ്മുടെ പാഠ്യപുസ്തകത്തിലൊക്കെ വലിയ മാറ്റം വന്നു. അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റി പ്രസിഡന്റ് T ഹരിശങ്കർ അധ്യക്ഷത വഹിച്ചു. ശ്രീലജ വാഴക്കുന്നത്ത്, K വാസു, P മനോജ്, K ഷിഹാബ്, P വിജയലക്ഷ്മി, CM കൃഷ്ണപ്രഭ, സംഘ സെക്രട്ടറി ജയൻ K എന്നിവർ സംസാരിച്ചു. ബാലസംഘം കരുമാനംകുറിശി യൂണിറ്റ് ബാലോത്സവം സംഘടിപ്പിച്ചു. അധ്യാപകനായ രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഭാഷാ മഞ്ജരി പുരസ്കാര ജേതാവ് ഹിമ ശങ്കർ മുഖ്യാതിഥിയായി. CPM ലോക്കൽ കമ്മിറ്റി അംഗം MR രാജേഷ് കുട്ടികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിത കഥകളിലൂടെ കുട്ടികൾ സഞ്ചരിച്ചു. യൂണിറ്റ് സെക്രട്ടറിയായി അജിത്, പ്രസിഡന്റായി അമൽ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ 7ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോട്ടപ്പാടം വേങ്ങയിലെ മണ്ണാർക്കാട് മേഖലാ ഓഫീസിന് മുന്നിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി RM ലത്തീഫ് പതാക ഉയർത്തി. മേഖലാ പ്രസിഡന്റ് റഷീദ് അധ്യക്ഷനായി. ARM അസീസ്, ഇസാഖ്, അസീസ് തൂത, മുസ്തഫ മിറാക്കി, ജാബിർ ചുങ്കം, അയ്യൂബ്, ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായി സന ഫർണിച്ചർ ആൻഡ് ഹോം ബസാർ പട്ടിക്കാട് കരുവംപാറയിൽ തുറന്നു. ഓപ്പണിംഗ് ബിഗ് സെയിലിൻ്റെ ഭാഗമായി ആകർഷകമായ ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി സനയിൽ ഒരുക്കിയിട്ടുള്ളത്.
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകാൻ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായാണ് പട്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിൽ കരുവമ്പാറയിൽ സന ഫർണിച്ചർ ആൻഡ് ഹോം ബസാർ തുറന്നിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ വിശിഷ്ട വ്യക്തികളുടെയും മറ്റ് അതിഥികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഷോറൂമിന്റെ ഉദ്ഘാടനം. ഹോം ഫർണിച്ചറുകൾ, ഓഫീസ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റുകൾ, സോഫ സെറ്റുകൾ, ദിവാൻ കോട്ടുകൾ, മേശ, കസേര, കട്ടിലുകൾ, ഡൈനിങ് ടേബിളുകൾ, കോർണർ സോഫ, ഫൈബർ, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശ്രേണിയാണ് സനയിൽ ഒരുക്കിയിട്ടുള്ളത്. മികച്ച ഗുണമേന്മയും സെലക്ഷനും വിലക്കുറവും അതാണ് സനയുടെ പ്രത്യേകതയെന്ന് ഉടമകൾ പറഞ്ഞു. ഓപ്പണിംഗ് ബിഗ് സെയിലിന്റെ ഭാഗമായി 70% വരെ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ബ്രാൻഡഡ് കമ്പനികളുടെ വിവിധ ഇനം ബെഡുകൾ 50% വിലക്കുറവിലാണ് നൽകുന്നത്. ആകർഷകമായ സ്പെഷ്യൽ പ്രൈസിൽ കട്ടിൽ, ബെഡ് കോംബോ സെറ്റുകളുമുണ്ട്. സെലക്ഷനും ക്വാളിറ്റിയും വിലക്കുറവും ഒത്തിണങ്ങിയ സ്ഥാപനം കൂടിയാണ് സന ഫർണിച്ചർ ആൻഡ് ഹോം ബസാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീണ്ടും സംസ്ഥാനത്ത് നിപ. മലപ്പുറം ജില്ലയിൽ ചികിത്സയിലുള്ള 14-കാരന് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി. പാണ്ടിക്കാട് സ്വദേശി 14-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. അട്ടപ്പാടിയിൽ കാണാതായ പോലീസുകാരനെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. വരകയാർ പുഴയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എയർ ക്യാമ്പിലെ പോലീസുകാരനായ മുരുകൻ, സുഹൃത്ത് കൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ ഫയർഫോഴ്സ് രക്ഷിച്ചു. മണ്ണാർക്കാട് കരിമ്പയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം, 17 പേർക്ക് പരിക്ക്. അപകടം ദേശീയപാതയിൽ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങി. പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തെ ഭരണപക്ഷം അനുവദിക്കുന്നില്ലെന്ന് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവ്. ഷൊർണൂരിൽ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 5.5 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. സീറ്റിനടിയിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ബസ് സ്റ്റാൻഡും സ്ഥലവും തിരികെ വേണമെന്ന ആവശ്യവുമായി സ്വകാര്യ വ്യക്തി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനം. ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ നഗരസഭയുടെ ആയുർവേദ ആശുപത്രിക്ക് അവഗണന. ആശുപത്രി പ്രവർത്തിക്കുന്നത് സുരക്ഷയില്ലാത്ത കെട്ടിടത്തിൽ. ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നിവേദനം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.